ഹായ് ഓൾ, ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഒരു വെറൈറ്റി ഐറ്റം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. സംഭവം പൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീം സദ്യയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഐസ്ക്രീം സദ്യ എന്നല്ലേ? അപ്പം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പം ഇതിനു മുൻപ് ഇത് കണ്ടവരുണ്ടെങ്കിൽ, ഈ ഒരു ഐസ്ക്രീം സദ്യനെക്കുറിച്ച് കേട്ടവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ശരിക്കും ഇത് ഓണത്തിന് മുൻപ് ചെയ്യേണ്ട റെസിപ്പി ആയിരുന്നു, പക്ഷേ ലേറ്റായി പോയി, സാരല്ല. അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ചെയ്തെടുക്കാൻ നല്ല സിമ്പിളാണ്. നമ്മുടെ ഓണസദ്യ പോലെ തന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഇതിൽ വെച്ചെടുക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓണസദ്യ അല്ല, ഐസ്ക്രീം സദ്യ എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സദ്യയിലേക്ക് വേണ്ടിയിട്ടുള്ള, നമ്മുടെ ഈ ഒരു ഐസ്ക്രീം സദ്യയിലേക്ക് വേണ്ടിയിട്ടുള്ള പായസം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിതിവിടെ ഡബിൾ ഹോസിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലട പായസം മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇത് വേഗം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു പായസമാണല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും എങ്ങനെ ഇത് ചെയ്തെടുക്കേണ്ടതെന്ന്. കാരണം ഈ ഒരു പാക്കിൻ്റെ മേലെ തന്നെ എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലിലാണ് നമ്മൾ ഈ ഒരു മിക്സ് ഇട്ടിട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. 1 ലിറ്റർ പാൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഈ ഒരു മിക്സ് ഇട്ടെടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറയുന്നുണ്ട്. ഇതൊന്ന് ഈ ഒരു പാലൊന്ന് കുറുകി വരുന്നത്, ഈ ഒരു പായസം കുറുകി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാനാണ് പറയുന്നത്. അപ്പം ആദ്യം നമുക്ക് ഈ ഒരു പായസം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സദ്യയൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം ഞാനിതിവിടെ ഇലയൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ആദ്യം ആപ്പിൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഫ്രൂട്ട്സ് എന്തും മിക്സ്ഡ് ആയിട്ട് ഫ്രൂട്ട്സ്, ഇപ്പം അനാറും ആപ്പിളും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിവിടെ ഇപ്പം കുറച്ച് ആപ്പിൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മിക്സ്ഡ് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ കാഷ്യൂസ് ഉണ്ട്, ബദാം ഉണ്ട്, പിന്നെ റേസിൻസ്, ബ്ലാക്ക് റേസിൻസ് ഉണ്ട്, സീഡ്ലെസ് ആയിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഫിഗ്സും, അത്തിപ്പഴം ഉണ്ടല്ലോ അതും, ആ ഒരു 4 ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതാ മിക്സ് ചെയ്തിട്ടൊന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പഴം, റോവസ്റ്റ് പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ക്രഷാണ് കേട്ടോ, സ്ട്രോബെറി ക്രഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് സ്ട്രോബെറി തന്നെ വേണമെന്നില്ല, ഏത് ഫ്രൂട്ട് ക്രഷും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിവിടെ സ്ട്രോബെറി ക്രഷാണ് ഇട്ട് കൊടുത്തത്. ശരിക്കും നമ്മുടെ ഓണസദ്യയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, എരിശ്ശേരി, പച്ചടി, സാമ്പാർ, കൂട്ടുകറി, അവിയൽ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു ഐസ്ക്രീം സദ്യ ആക്കുമ്പോഴും അങ്ങനെ ഒരുപാട് ഐറ്റംസ് വേണമല്ലോ. അത്യാവശ്യം കുറച്ച് ഐറ്റംസൊക്കെ ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് കുറച്ച് ജെംസ് ആണ് കേട്ടോ, കുറച്ചൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജെംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലൂബെറി ക്രഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഈത്തപ്പഴം വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തത് കുറച്ച് ചെറീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ പീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും ബ്രൗണി ഉണ്ടെങ്കിൽ ബ്രൗണിയാണ് കേട്ടോ വെക്കേണ്ടത്. ഇപ്പം ഒരു പീസിനായിട്ട് ബ്രൗണി ആക്കാൻ മടിച്ചിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കേക്കിൻ്റെ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ചോക്ലേറ്റ് കൂടി ഇതിലേക്ക് വെക്കുന്നുണ്ട്. ചോക്ലേറ്റ് നമ്മുടെ കിൻഡർ ജോയിൻ്റെ ഒരു ചോക്ലേറ്റ് വരുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ ഇതിലേക്ക് വെച്ചത്. പിന്നെ വാഫേഴ്സ് ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിലേക്ക് ഒരു 2-3 ഗ്രേപ്സ് കൂടി വെക്കാം. ഇനി അടുത്തത് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ആണ് വെക്കാൻ പോകുന്നത്. അപ്പം ഞാനിതിവിടെ സ്പോഞ്ച് കേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിന് വേറൊരു ആവശ്യത്തിന് വേണ്ടി ചെയ്തത്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാ കേക്കിലൊക്കെ ആക്കുന്ന ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം അതും ചെറിയൊരു പീസ് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് വെക്കാൻ പോകുന്നത് പപ്പടമാണ് കേട്ടോ. പപ്പടം ഇഷ്ടമല്ലാത്തവർ, നമ്മൾ ഏതായാലും ഇതിലേക്ക് ഐസ്ക്രീമും പായസവും ഒക്കെ ആഡ് ചെയ്യും. അപ്പം അതിൻ്റെ കൂടി ഒരു പപ്പടം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പായസമെല്ലാം കൂട്ടിയിട്ട് പപ്പടം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം അത് ഒട്ടും ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ പപ്പടം സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് ഇവിടെ ഇപ്പം പപ്പടം വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മേലെയായിട്ട് ഐസ്ക്രീമാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഞാൻ ആദ്യം എടുത്തത് സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് കേട്ടോ. അതും ഒരു സ്കൂപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്ത ഫ്ലേവർ ടെൻഡർ കോക്കനട്ടിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് പിസ്തയോ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറോ വാനില ഫ്ലേവറോ ഏതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പം കിട്ടിയിട്ടുള്ളത് ഈ സ്ട്രോബെറിയും ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവറാണ്. അപ്പം ടെൻഡർ കോക്കനട്ടും ഒരു സ്കൂപ്പ് ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സദ്യയുടെ ഏകദേശം ലുക്ക് ഇതുപോലെയാണ് കേട്ടോ. ഇനി ഇങ്ങനെയല്ല കഴിക്കുക, ഇതിന് മേലെ നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം എന്താ, പായസം അല്ലേ. നമ്മുടെ നേരത്തെ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പായസം കൂടി ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കുക. പായസം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് മേലെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ സദ്യ കഴിക്കുമ്പോൾ ഓരോ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഓരോ ഐറ്റംസ് നമ്മൾ ആ ഒരു ചോറ്റിലേക്ക് മിക്സ് ചെയ്തിട്ടാണല്ലോ കഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഐസ്ക്രീം സദ്യ നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മേലെയായിട്ട് നമ്മുടെ ആ ഒരു ചോക്ലേറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു ബ്രൗണി ഉണ്ടെങ്കിൽ ബ്രൗണി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം ചോക്ലേറ്റ് കേക്ക് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു പീസായിട്ട് ഉണ്ടാക്കാനുള്ള ആ ഒരു മടി കൊണ്ട് മാത്രമാണ് ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ പീസ് എടുത്തത്. അപ്പം ബ്രൗണി ആക്കിയതുണ്ടെങ്കിൽ ബ്രൗണി എടുത്താലും മതി. അപ്പോൾ അതും ഒന്ന് ഇതുപോലെ ഇങ്ങനെ പൊടിച്ചിട്ട് ഇതിന് മേലെ ഇട്ടെടുക്കാം. ഇനി നമ്മൾ സാധാരണ സദ്യ കഴിക്കുന്നത് പോലെ തന്നെ ഇതും കൂട്ടി കഴിക്കാം കേട്ടോ. അങ്ങനെ നട്ട്സും ആ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ പീസൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് ഈ ഒരു സ്പോഞ്ച് കേക്കും പപ്പടും പായസവും ഐസ്ക്രീമും എല്ലാം ഒരുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയല്ല കേട്ടോ, മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലത്തെ ഓരോ ഐറ്റംസും ഇതിലേക്ക് കൂട്ടി കഴിക്കുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്, ചുമ്മാ പറയുന്നതല്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പായസം തണുപ്പിക്കണമെങ്കിൽ കുറച്ചുകൂടെ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ പായസം കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലും മതി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല അടിപൊളി ആയിട്ടാണ്. അപ്പം എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് നിങ്ങളാക്കിയിട്ട്, എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ, എല്ലാ ഐറ്റംസും കൂട്ടി കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.